10 മണി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കള് നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. കഞ്ചാവ് MDMA-യും അതിന്റെ ഏറ്റവും മൂർധന്യതയിലും അതിന്റെ ഏറ്റവും പരമോന്നതിയിലും എത്തി നിൽക്കുകയാണ്. ഇത് പറഞ്ഞാൽ ചിലപ്പോൾ വളഞ്ഞിട്ട് ആക്രമിക്കാനും സാധ്യതയുണ്ട് ഈ കൂട്ടര്. കാരണം മനുഷ്യത്വം എന്തെന്നറിയില്ല, എന്താണ്, ആരാണ്, ഏതാണ് ഒന്നും അവർക്കറിയില്ല. പക്ഷേ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കള് ഉമ്മമാർക്ക് പോലും പേടിയാണ്. എങ്ങനെ വിശ്വസിച്ച് ഉറങ്ങും തന്റെ മക്കളുടെ അടുത്ത് കിടന്ന്? എങ്ങനെ വിശ്വസിച്ച് വീട്ടിൽ തന്റെ മകൻ? ഒരു ഉമ്മ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയയില്, എന്താ പറഞ്ഞത്? എന്റെ മകന് രാത്രി വീട്ടിൽ വരുന്നു എന്നറിയുമ്പോൾ എനിക്ക് ആദ്യം തുടങ്ങുകയാണ്. സാധാരണ മക്കള് വീട്ടിൽ കയറി എന്ന് പറയുമ്പോഴല്ലേ ഉമ്മാക്ക് സന്തോഷം വരിക. ആ ഉമ്മ പറയാണ്, എന്റെ മകൻ അല്പമൊക്കെ പഠിച്ച മോനാണ്, ആ മകൻ എന്റെ വീട്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞാൽ എനിക്ക് വെപ്രാളമാണ്. കാരണം ഞാൻ ആരാണ്, അവൻ ആരാണ് എന്ന് പോലും അവൻ തിരിച്ചറിയാതെ എന്നെ പീഡിപ്പിക്കാൻ പലവട്ടം എന്നെ കടന്നു പിടിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മകന് എന്നെ ഏത് രീതിയിലാണ് യൂസ് ചെയ്യുന്നതെന്നറിയാൻ പോലും കഴിയാതെ ഞാൻ മരിക്കാനുള്ള പേടി കൊണ്ടാണ് ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ ഈ സാക്ഷര കേരളത്തിലെ പാവപ്പെട്ട ഉമ്മമാര്, ഇതിനെല്ലാം പിന്നിൽ എന്താണ്? കഞ്ചാവ് എന്ന് പറയുന്ന മാരകമായ ഈ യുവതയെ നശിപ്പിക്കുന്ന ഏറ്റവും മഹാമാരി കോവിഡ് അല്ല, ഏറ്റവും വലിയ അർബുദം, ഏറ്റവും വലിയ ക്യാൻസർ, അതാണ് ഇന്നത്തെ കഞ്ചാവ്. അറിയുമോ സഹോദരിമാരെ, മഫ്ത ധരിച്ച, ഹിജാബ് ധരിച്ച മുസ്ലിം പെൺകുട്ടികൾ പോലും അതിന്റെ ക്രയവിക്രയത്തിലോ അതിന്റെ ഉപഭോക്താക്കളിലോ അതിന്റെ ഉപയോഗിക്കുന്നവരിലോ അല്ലെങ്കിൽ ഏജന്റുമാരിലോ പെട്ടുപോകുന്നു എന്നറിയുമ്പോൾ സങ്കടം തോന്നിപ്പോവുകയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് കേരളത്തിൽ ഇത്രയും കാർന്ന് തിന്നുന്ന ഈ ത്രസിച്ച് ഇത്രയും വലിയ മൂർധന്യതയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ മാരകമായ ഈ ഒരു നടപടിയെ ഒന്ന് പിടിച്ച് കയ്യാമം വെച്ച് അകത്തുവെച്ച് നിയമം നടപ്പിലാക്കാൻ നിയമ സംവിധാനങ്ങൾ ഇല്ലേ എന്ന് പോലും നമ്മൾ ശങ്കിച്ചു പോവുകയാണ്. ഏതെങ്കിലും ഒരു ക്രിമിനലിനെ, കഞ്ചാവ് കേസിലെ ക്രിമിനലിനെ അകത്ത് പിടിച്ചുകൊണ്ട് പോയാൽ നബിദിനത്തിന്റെ ഘോഷയാത്ര പോകും പോലെ പോവുക അവനെ ഇറക്കാൻ വേണ്ടിയിട്ട്. അവൻ പാവോണം, അവന്റെ ഉമ്മ പാവോണം, അവന്റെ വാപ്പ കരഞ്ഞ് തളർന്നു കിടക്കുകയാണ്, ഉമ്മ തഹജ്ജുദ് കിടന്നിട്ട് തലപൊക്കിയിട്ടില്ല, അവന്റെ അനുജത്തി കൊച്ചാണ്, അവന്റെ ചേട്ടത്തിക്ക് കല്യാണം വന്നു. യഥാർത്ഥത്തിൽ ഇവനെ അകത്തല്ലേ ഇടേണ്ടത്? ഇവൻ പുറത്തിറങ്ങിയാൽ ഇനിയും പലർക്കും കച്ചവടം ചെയ്യൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്കേ, നിയമ സംവിധാനങ്ങളെ കണ്ണടയ്ക്കുകയാണോ? ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ നിന്ന് എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു നടപടി വരാത്തത് എന്ന് നമ്മൾ പേടിച്ചു പോവല്ലേ? നടക്കുന്നുണ്ട്, പക്ഷേ ഫലം കാണുന്നില്ലല്ലോ എന്നുള്ളതല്ലേ നമ്മളെ സങ്കടപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ തലമുറയെ രക്ഷപ്പെടുത്താൻ എന്റെ പ്രിയപ്പെട്ടവരെ, സംവിധാനങ്ങൾക്കൊന്നും കഴിയാതെ വന്നാലും കഴിയുന്ന ഒരു സമൂഹമുണ്ട്. അത് ജമാഅത്തിന്റെ ഭാരവാഹികളാണ്, മഹല്ല് ഭാരവാഹികളാണ്. കൃത്യമായി അവര് ആ മക്കൾക്ക് വേണ്ടിയിട്ട് ഓരോ കുടുംബ ക്ലാസുകൾ നടത്തിയിട്ട് അവരെ ഓരോരുത്തരെയും പിടിച്ചണച്ചു നിർത്തിയിട്ട് ചേർത്ത് നിർത്തിയിട്ട് ആ മക്കളെ അതിൽ നിന്ന് ശുദ്ധീകരിച്ച് കൊണ്ടുവന്നില്ല എങ്കിൽ നാളെ സുബൈദമാർ ആവർത്തിക്കപ്പെടും, നാളെ ലത്തീഫുമാരും ഷാഹിദമാരും ഷമിമാരും അതുപോലെ തന്നെ ഇർഫാനമാരും ആവർത്തിക്കപ്പെടുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരുപാട് അഫ്ഫാൻമാർ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ്? ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മാരകമായ വൈറസായി ഈ കഞ്ചാവ് മാറിക്കൊണ്ടിരിക്കുക. സ്കൂൾ അധികൃതർ മിണ്ടുന്നില്ല, അവർക്ക് പേടിയാണ്. ഒരുത്തരെ പിടിച്ചിട്ട് പുറത്താക്കാൻ പോകുമ്പോൾ പറഞ്ഞത്, ടീച്ചർ പുറത്തിറങ്ങി ഞാൻ കാച്ചിക്കളയും. ജീവന് പേടിയില്ലാത്ത ആരാളുള്ളത്? ജീവന് പേടിയില്ലാത്ത ആരാളുള്ളത്? കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് വാപ്പയോട് പറയാണ്, താൻ തന്താണെന്നൊന്നും ഞാൻ നോക്കൂല എന്ന് പറഞ്ഞിട്ട് വാപ്പയെ മർദ്ദിക്കാൻ, പിച്ച വെക്കാൻ പഠിപ്പിച്ച വാപ്പ, സംസാരിക്കാൻ പഠിപ്പിച്ച വാപ്പ, ആദ്യ ഉരുള വായിലേക്ക് വെച്ച് എന്ന് ചവച്ചരക്കാൻ പഠിപ്പിച്ച വാപ്പ. ബോധമില്ല പ്രിയപ്പെട്ടവരെ, ബോധമില്ല. അതുകൊണ്ട് ദുആ ചെയ്യുക, ഒപ്പം നമ്മൾ പ്രവർത്തിക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ നിയമ സംവിധാനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഇങ്ങനെയുള്ള ക്രിമിനലുകളെ കൃത്യമായി വിവരം കൊടുത്തിട്ട് അകത്താക്കലല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. ഇനി അകത്ത് കടന്നാലോ
അകത്ത് കിടന്നാലോ പുറത്ത് ഇരിക്കുന്നവൻ എന്നും പട്ടിണിയാ. അവന് ഇപ്പോഴും കിട്ടുന്നത് മത്തിയും, അവന് കിട്ടുന്നത് ചെറിയ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമാണ്. അകത്ത് നിൽക്കുന്നവർക്കോ നല്ല ഒന്നാം തരം ബിരിയാണി. ക്രിമിനലുകളെ സൃഷ്ടിക്കുന്നത് അങ്ങനെയാണ്. അകത്ത് ഇപ്പം ആര് ശല്യത്തിനും വരൂല, 4 സൈഡും പോലീസുകാര് പ്രൊട്ടക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ 3 നേരം നല്ല ഭക്ഷണം. പണ്ടാണ് ഉണ്ട കിട്ടുന്നത്, ഗോതമ്പുണ്ട് എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ പണ്ടാ. ഇപ്പൊ നല്ല ഒന്നാം തരം ബിരിയാണി, നല്ല ഭക്ഷണം, ഒപ്പം എന്തെങ്കിലുമൊക്കെ കൈത്തൊഴിലുകള്. ഒരു കിളച്ച് പിന്നെ ചെടി നടാം, അല്ലെങ്കിൽ മരിച്ചീനി നടാം, അല്ലെങ്കിൽ തയ്ക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ഈ പിന്നെ കൈത്തൊഴിലുകൾ ചെയ്യാം. പോകുമ്പോ റിലീസാകുന്ന സമയത്ത് കൈ നിറച്ച് പൈസയും കിട്ടും. അപ്പൊ ആരാ ജയിലിൽ പോകാൻ ആഗ്രഹിക്കാത്ത? അപ്പൊ ജയിലിൽ പോകണമെങ്കിൽ എന്താ ചെയ്യണം? ആരെങ്കിലും വെച്ച് കാച്ചണം. അതപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞ് ഇതും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. എന്റെ മുസ്ലിം പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാണ്, നിങ്ങൾ ഹിജാബ് ഇട്ടുകൊണ്ട് ഇതൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്തേ പറ്റുള്ളൂ. അത് അഴിച്ചു വെച്ചിട്ട് ചെയ്യണം. എന്തിനാണ് നിങ്ങൾ അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ അധിക്ഷേപിക്കുന്നത്? അള്ളാഹു പ്രിയങ്കരമായി കണ്ടതിലൊക്കെ നിങ്ങൾ ശത്രുതാ മനോഭാവത്തോടെ കണ്ടാൽ, അതല്ലെങ്കിൽ അതിനോട് നിങ്ങൾക്കൊരു വിരക്തി വന്നാൽ, നിങ്ങളെ പടച്ചോനോട് ആ യുദ്ധ പ്രഖ്യാപനം നടത്തുന്നത് കളി ഒതുവിടും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പടച്ചതമ്പുരാൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒരിക്കലും പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഇഷ്ടപുത്രങ്ങളോട് ഒരിക്കലും നമ്മൾ എതിരാകാൻ പാടുള്ളതല്ല. മൂസാ നബി അലൈഹിസ്സലാമിനോടല്ല ചോദിച്ചല്ലോ, യാ മൂസാ അയ്യു അമലിന അമിൽതനീ, എനിക്ക് വേണ്ടി എന്ത് ചെയ്തു മൂസ നബിയേ? അല്ലാഹുവേ, സല്ലൈതു ലക വസുംതു ലക വദകർതുക വതസദ്ദഖതു ലക, നിനക്ക് വേണ്ടി നിസ്കരിച്ചു, നിനക്ക് വേണ്ടി നോമ്പ് പിടിച്ചു, നിനക്ക് വേണ്ടി ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്തു, നിന്നെ ഏത് സമയത്തും ഓർത്തോർത്ത് ഞാൻ ഇരിക്കുകയാണ്. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ മൂസാ നബിയോട് പടച്ചോൻ പറഞ്ഞതെന്തെന്നറിയോ? അസ്സലാത്തു ബുർഹാനുൽ ലക, നീ എനിക്ക് വേണ്ടി നിസ്കരിച്ചു എന്ന് പറയുന്നത് നാളെ സ്വർഗത്തിൽ പോകാനുള്ള നിന്റെ ഐഡന്റിറ്റിയാണ്, പാസാണ്. എനിക്ക് വേണ്ടി നോമ്പ് പിടിച്ചു എന്ന് പറയുന്നത് ജിന്നത്തിലൊക്കെ നരകത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്ന വലിയ ഒരു തിരശീലയാണ്, ഒരു പരിചയാണ്. അതുപോലെ നീ എന്നെ ഓർക്കുന്നു എന്ന് പറയുന്നത് നൂറില്ലക്ക, നാളെ പരലോകത്ത് കുറ്റിരിട്ടാകുന്ന സിറാത്തിൽ നിനക്ക് പ്രകാശമാണ്. എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു മൂസ നബിയെ? ആ സമയത്ത് മൂസാ നബി തിരിച്ചു ചോദിക്കുന്നു, ദുല്ലനീ അലാ അമലിൻ ഹുവ ലക യാ അല്ലാഹ്, നിനക്ക് വേണ്ടിയുള്ള അമലേതാണെന്ന് എനിക്കെന്ന് പറഞ്ഞു തന്നാലും ഞാനത് ചെയ്തോളാം. ആ സമയത്ത് അല്ലാഹു മൂസാ പ്രവാചകനോട് പറഞ്ഞതെന്തെന്നറിയോ? എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന അമല്, ഞാൻ സ്നേഹിച്ചവരെ സ്നേഹിക്കണം, ഞാൻ വെറുത്തവരെ നിങ്ങൾ വെറുക്കണം. അതാണ് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന അമല്. നമ്മോട് ചോദിക്കാണ്, എന്താ നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്ത എരുമേലിക്കാര്? അല്ലെങ്കിൽ അത് തന്നെ. അപ്പൊ നിസ്കാരം എന്നത് നമുക്ക് നാളെ ഒരു പാസ്സാണ്. ഈ പാസ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് കേട്ടുള്ളൂ. അസ്സലാത്തു മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽക്കൽ ചെന്ന് നിൽക്കുമ്പോ അതിന്റെ ഒരു കീ, അതിന്റെ ഒരു ചാവി, അതാണ് നിസ്കാരം. അതാണ് നിസ്കാരം. അതുകൊണ്ട് നിസ്കാരം നമുക്ക് നാളത്തെ തെളിവാണ്, ഐഡന്റിറ്റിയാണ്. പിന്നെ നോമ്പോ നരകത്തിനെയും നമ്മളുടെയും ഇടയിലുള്ള വലിയൊരു പരിച. പിന്നെ നമ്മൾ അല്ലാഹയെ ഓർത്തതൊക്കെയോ ഒരു പ്രകാശം. സിറാത്ത് എന്ന് പറഞ്ഞാൽ കുറ്റിരിട്ടല്ലേ? അപ്പൊ നമുക്കൊരു പ്രകാശം. അല്ല ചോദിക്കുന്നു, എനിക്ക് നിങ്ങൾ എന്ത്? നിസ്കാരവും നോമ്പും എന്നെ ഓർത്തതും സദഖയൊക്കെ നിങ്ങൾക്കല്ലേ? എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? അള്ളാഹ്ക്ക് വേണ്ടിയുള്ള അമലേതാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ല ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടുക, അല്ല വെറുത്തതിനെ വെറുക്കുക. നമ്മൾ നേരെ തിരിച്ചല്ലേ, ഉൾട്ട. അല്ല വെറുത്തതിനെ ഇഷ്ടപ്പെടും, അല്ല സ്നേഹിച്ചതിനെ വെറുക്കുകയും ചെയ്യും. പിന്നെങ്ങനെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തെടുക്കുക? അതുകൊണ്ട് അല്ല പ്രിയങ്കരമായി കണ്ടതിനെയൊക്കെ നമ്മൾ സ്നേഹിക്കണം. അല്ല വെറുത്തു മാറ്റി നിർത്തിയതിനൊക്കെ നമ്മൾക്ക് മാറ്റി നിർത്താൻ കഴിയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് 2 പ്രമേയങ്ങൾ. ആ ഹദീസിലെ മഹാനായ മുആദ് ബിൻ ജബൽ തങ്ങളെ ഉമർ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ഹദീസാ. പിന്നെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? 3 കൂട്ടരെ അല്ലാഹുക്ക് വലിയ പ്രിയമാണ്. ആ 3 കൂട്ടരാരെന്നറിയോ? ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്റാറൽ അത്ഖിയാ അൽ അഖ്ഫിയാ. അല്ല
ഇഷ്ടപ്പെടുന്ന 3 കൂട്ടം ആളുകളാരാ? ഇന്നല്ലാഹ യുഹിബ്ബു അൽ അബ്റാറ അൽ അത്ഖിയാ അൽ അഖ്ഫിയാ. ഈ 3 കൂട്ടരിൽ അല്ലാഹു നമുക്ക് ഉൾപ്പെടാനുള്ള ഭാഗ്യം തരട്ടെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. അബ്റാർ ആരാ? ഖുർആനിലെ 6 സ്ഥലങ്ങളിൽ അൽ അബ്റാർ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. മരിക്കുന്നെങ്കിൽ അബ്റാരിങ്ങളായിട്ട് മരിക്കണം. മരിക്കുന്നെങ്കിൽ അബ്റാറിങ്ങളായിട്ട് മരിക്കണം. എന്താ ഈ അബ്റാറ്? അല്ലാഹ് എന്റെ മരണം അബ്റാറിങ്ങളുടെ മരണമാക്കി തരണേ അല്ലാഹ്. അബ്റാർ എന്ന് പറഞ്ഞാൽ പുണ്യവാന്മാരാണ്. നമുക്ക് പുണ്യം ചെയ്യാൻ കഴിയണം. ആ പുണ്യം ചെയ്യുക എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പുണ്യം എന്ന് പറഞ്ഞാൽ വാബിസത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് ചോദിച്ചു, നബിയേ എനിക്ക് ബിർറും ഇസ്മും ഏതാണെന്നൊന്ന് പറഞ്ഞു തരണം. അല്ലാഹുവിന്റെ റസൂല് ഏതാണ് ബിർറെന്നതിന്റെ പട്ടിക അങ്ങോട്ട് കൊടുത്തില്ല, ഇസ്മ ഏതാണെന്നതിന്റെ മെനു അങ്ങോട്ട് കൊടുത്തില്ല. അല്ലാഹുവിന്റെ റസൂല് ചെയ്ത പണി എന്താണെന്നറിയോ? ഈ 5 വിരലുകൾ ഹിൻസറും ബിൻസറും മുസ്തയും മുസബ്ബിഹയും ഇബ്ഹാമും 5 വിരലിന്റെ അഗ്രഭാഗം അള്ളാന്റെ ഹബീബ് വാബിസത്ത് തങ്ങളുടെ പച്ച ശരീരത്തിലേക്ക് കുത്തിവെച്ചിട്ട് പറഞ്ഞു, ഇസ്തഫ്തി ഖൽബക യാ വാബിസ, നിന്റെ മനസാക്ഷിയോട് ചോദിക്ക് ഏതാ പാപം ഏതാ നന്മയെന്ന്. എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നന്മയെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യത്തിൽ സംതൃപ്തി ഉണ്ടാകുക. അപ്പൊ ഈ സദസ്സിരിക്കുന്ന ആര് കണ്ടാലും നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഒരു സംതൃപ്തി ഇല്ലേ? ഇതാണ് പുണ്യം. നേരെ മറിച്ച് തിയേറ്ററിലാണെങ്കിലോ പാപ്പ കണ്ട അള്ളാഹ് പൊക്കിയത് തന്നെ, ആരെങ്കിലും കണ്ടാലോ ഒരു സംതൃപ്തി ഇല്ലായ്മ. അത് തെറ്റ്. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കുന്നു, ആര് കണ്ടാൽ എനിക്കെന്താ പ്രശ്നം? നേരെ മറിച്ചിരിക്കുന്നത് ഒരു കുപ്പി മദ്യം, ഒരു കപ്പ് മദ്യമാണെങ്കിലോ പടച്ചോനെ ആരെങ്കിലും മണത്തു നോക്കിയാൽ, ആരെങ്കിലും കണ്ടായിൽ നിന്ന് എന്തെങ്കിലും പുറത്തു വന്നാൽ ആകെ പൊക്കിയത് തന്നെ, ഒരു അസംതൃപ്തി. അത് തെറ്റാണ്. സ്വന്തം ഭാര്യയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു പോവുക, മുട്ടപ്പള്ളിയിലൂടെ ഇങ്ങനെ നടന്നു പോവുക, ആ മുട്ടപ്പള്ളിയിലൂടെ ഇങ്ങനെ നടന്നു പോവാ സ്വന്തം ഭാര്യയുടെ കൈ പിടിച്ചിട്ട്. എന്ത് ടെൻഷനാ? ഒരു ടെൻഷനും ഇല്ല. മഹർ കൊടുത്ത് കൊണ്ടുനടക്കുന്ന പെണ്ണല്ലേ, ടെൻഷൻ എന്തിനാ? ഇനി ആരാന്റെ പെണ്ണിനെയാണ് കൊണ്ടുപോയെങ്കിലോ, ഇനി അവളെ കെട്ടിയവരെങ്ങാനും കണ്ടാലോ, ആ ഒരു ടെൻഷൻ ഉണ്ടാവൂലേ? അത് തന്നെ ഇസ്മ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു സംതൃപ്തി ഉണ്ടാകുന്നത് നന്മയും അസംതൃപ്തി ഉണ്ടാകുന്നത് തിന്മയുമാണ്. ആ സംതൃപ്തമായ അമലുകൾ ചെയ്യുന്നവനാണ് അബ്റാർ. ആ അബ്റാരിങ്ങൾ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. ഖുർആൻ നിങ്ങളെടുത്ത് നോക്ക്, 6 തവണ അബ്റാർ. ഞാൻ ഇങ്ങനെ ഖുർആന്റെ ഒരു വിദ്യാർത്ഥിയായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഉസ്താദിനോട് ഞാൻ ഇപ്പൊ സദസ്സിൽ വെച്ച് പറയാണ്, നാളെ അൽഹംദുലില്ലാ വൈകുന്നേരം അബ്ദുള്ള ഉസ്താദ് ഞങ്ങൾ തട്ടിയെടുത്തതാ, ഇല്ലെങ്കിൽ നാളെ എന്റെ പരിപാടിക്ക് വരേണ്ടതാണ്. BM അബ്ദുള്ള ഉസ്താദ് അധ്യക്ഷത വഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ നൂറുൽ ഉലമാ ഉസ്താദ് അവറുകൾ പ്രകാശനം ചെയ്യുന്ന ഒരു വലിയ സദസ്സ് നാളെ സായാഹ്നത്തിൽ തിരുവനന്തപുരം തമ്പാനൂർ ഹൈലാൻഡ് ഹോട്ടലിൽ ഈ വിനീതൻ എഴുതിയ ഖുർആനിലെ യാ അയ്യുഹല്ലദീന ആമനു, ഖുർആനിൽ 89 സ്ഥലങ്ങളിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. 89 സ്ഥലങ്ങളിൽ. ആ 89 സ്ഥലങ്ങളിലും അല്ലാഹു വിളിച്ചത് മോമിനീങ്ങളെ എന്നാണ്. ആ 89 കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാണ് മോമിൻ എന്ന് പറയാ. ഖുർആനല്ലേ? മുഅ്മിനെ, ഇപ്പൊ നമ്മുടെ പേര് വിളിക്കാൻ, ഇപ്പൊ ഒരാളെ പേര് വിളിച്ചു, അങ്ങനെ പേര് വിളിക്കുമ്പോ അയാള് നോക്കാതെ തിരിഞ്ഞു പോയാൽ അയാൾ ആ ആളല്ല എന്നുള്ളതല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് അള്ളാഹു ചേർത്ത് വിളിക്കുമ്പോ അത് ഏറെ കാര്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ മുഅ്മിനല്ലെന്നല്ലേ എന്റെ അർത്ഥം. അപ്പൊ ഗൗരവമുള്ള കാര്യമാണ്. അതെല്ലാം കൂടി ഒരു ഗ്രന്ഥമാക്കി നാളെ അതിന്റെ പ്രകാശനമാണ്. ഇൻഷാ അല്ലാഹ് അത് ആവശ്യമുള്ള ആളുകളൊക്കെ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് എത്തിച്ചു തരും. അപ്പൊ അതിന്റെ പ്രകാശനം അധ്യക്ഷത വഹിക്കേണ്ടത് വി അബ്ദുള്ള ഉസ്താദ. ഇന്ന് ബന്ധപ്പെടുമ്പോ പറഞ്ഞു ഇവിടെ പരിപാടിക്ക് വരുന്നത് കൊണ്ട് നാളെ അവിടെ എത്തൂലെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ വരും ഇൻഷാ അല്ലാഹ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് 20 സ്ഥലങ്ങളിൽ യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ എന്ന് അല്ലാഹു വിളിച്ചിട്ടുണ്ട്. 89 സ്ഥലങ്ങളിൽ അല്ലാഹു വിളിച്ചു പറയുന്ന കാര്യങ്ങള് പൊക്കി പിടിച്ചുകൊണ്ടുവന്ന് ചാനലിലിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്ന വിവരദോഷികൾക്ക് നാണമുണ്ടോ, ഉളുപ്പുണ്ടോ? ഇടാതെ മുഅ്മിനീങ്ങളുടെ അല്ലാഹ് പറയാൻ വേണ്ടി വിളിച്ച കാര്യമല്ലേ? 20 സ്ഥലങ്ങളിൽ യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? അത് നിങ്ങൾ പറ. ഇവിടുത്തെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ബുദ്ധനെയും ജൈനനെയും പാഴ്സിയെയും നിരീശ്വരവാദിയെയും എല്ലാവരെയും വിളിച്ചുകൊണ്ടല്ല പറഞ്ഞതാണ് 20 സ്ഥലങ്ങളിൽ യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. യാ ബനി ആദം 5 സ്ഥലങ്ങളിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്.
യാ ബനി ആദം, ആദം മക്കളെ. അപ്പൊ ഇങ്ങനെ ഖുർആന്റെ ഒരു പഠനം അത് നല്ല രസമാണ്. അള്ളാഹു നമുക്ക് ഖുർആനിന്റെ അകക്കാമ്പ് തൊട്ടറിയാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. 6 സ്ഥലങ്ങളിൽ അള്ളാഹു അബ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ അള്ളാഹു വലിയ ഇഷ്ടമാണ്. രണ്ടാമത് ആരാണ്? അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രണ്ടാമത് ആ ഹദീസിന്റെ ബാക്കിയാ ഞാൻ പറഞ്ഞത്. അൽ അത്ഖിയ, അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അൽ അത്ഖിയ, തഖ്വയുള്ള ആളുകളെയാണ്. തഖ്വ എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. ആരെങ്കിലും ഉളു കൊടുക്കുന്ന ടാങ്ക് എന്ന് പറയോ? എന്താ പറയുന്നത്? ഹനഫിക്കാർക്ക് പിന്നെ അതില്ലാത്തോണ്ട് കുഴപ്പമില്ല. ഇല്ലല്ലോ സാറേ, ഹൗലുണ്ടാ? ഹൗലെന്തോ നീളവും വീതിയൊക്കെ വേണ്ടേ? കൂടുതൽ വേണ്ടേ? എന്റെ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് പിന്നെ എന്താണ് 3 സ്റ്റെപ്പുള്ള പിന്നെ എന്താ പറയാ, പള്ളിക്കകത്ത് ഖത്തീബ് കയറുന്ന സാധനത്തിന്റെ പേരെന്താ? മിമ്പറിനെ അറബി വാക്കല്ലേ, മലയാളമാണ് ഞാൻ ചോദിച്ചത്. വക്കീല്, മുൻസിഫ്, അതുപോലെ തന്നെ ഖലാ, ബാക്കി വല്ലതും ഉണ്ടോ? ബാക്കി ഉണ്ടെങ്കിൽ ഈ ബാക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ബാക്കി എന്ന് പറഞ്ഞാൽ അവശേഷിക്കുന്നത്. ഇതൊക്കെ അറബിയാണ്. അറബിയായിട്ട് തന്നെ ഉപയോഗിക്കണം. ഉളു കൊടുക്കുന്ന ടാങ്ക് എന്നാരും പറയില്ല, ഹൗൽ എന്നേ പറയുള്ളൂ. അതുപോലെ പറയേണ്ട ഒരു വാക്കാണ് തഖ്വ. അത് മതി. ഭക്തി സാന്ദ്രമായ ഉറൂസ്. ആന എഴുന്നള്ളിപ്പിച്ച് അവസാനം ആന പാപ്പാനെ കുത്തിക്കൊന്ന് പ്രസിഡന്റിന്റെ ചവിട്ടി കാലൊടിച്ച് ഇമാമിന്റെ കൊമ്പിൽ പിന്നെ തുമ്പിക്കൈയിലടിച്ച് നിർത്തി. അപ്പൊ ഇതൊക്കെയാണ് അത് ഭക്തി സാന്ദ്രമായ കാര്യങ്ങൾ. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് അർത്ഥം ശരിയാവൂല. എന്നാ പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ തഖ്വയ്ക്ക് വേറൊരർത്ഥം കൊടുക്കാം. പേടി, അല്ലാഹയെ പേടിക്കുക. അതെങ്ങനെ ശരിയാവും? കടുവയെ പേടിയുള്ള ആളുകൾ എന്താ ചെയ്യാ? കടുവയെ കാണുമ്പോ ഓടും. ആനയെ കണ്ടാലോ പേടിയുള്ളവര് ഓടും. പുലിയെ കണ്ടാലോ പേടിയുള്ളവർ ഓടും. പാമ്പിനെ കണ്ടാലോ പേടിയുള്ളവർ ഓടും. പട്ടിയെ കണ്ടാലോ പേടിയുള്ളവർ ഓടും. അല്ലാഹയെ പേടിയുള്ളവരോ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുവോ? പിന്നെ എങ്ങനെ അർത്ഥം ശരിയാവും? അവിടെയാണ് വ്യത്യാസം. ബാക്കി എന്തിനെ പേടിയുള്ള ആളുകളും അതിൽ നിന്ന് ഓടി ഒളിക്കും. അള്ളാഹുവിനെ പേടിയുള്ളവര് അങ്ങോട്ട് കയറി ചെല്ലാ ചെയ്യും. അപ്പൊ എങ്ങനെ പേട്ടം വരും? അള്ളാഹ് പേടിക്കാൻ എന്താ? അള്ളാഹ് ട്രംപിനെ പോലെ, അല്ലെങ്കിൽ ഹിറ്റ്ലറെ പോലെ, മുസോളിനെ പോലെ, അല്ലെങ്കിൽ ചില മച്ചമ്പിമാരെയൊക്കെ പോലെ പ്രശ്നക്കാരനാണ് അള്ളാഹ്? അല്ല. പിന്നെന്താണ്? അള്ളാഹുവിനെ തഖ്വ എന്ന് വെച്ചാൽ മതി. തഖ്വ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വരുന്നത് ആഖിറത്തിൽ ഇടങ്ങേറുണ്ടാകുന്ന കാര്യത്തെ ഇവിടെ സൂക്ഷിക്കുക. അതാണ് തഖ്വ. ആഖിറത്തിൽ ഇടങ്ങേറുണ്ടാകുന്നതിനെ ഇവിടെ സൂക്ഷിക്കുക. അതാണ് തഖ്വ. നമ്മൾ എത്രയോ കിതാബുകൾ അതിന്റെ വിവരണം പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ആ തഖ്വയുള്ളവരോട് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ആ തഖ്വയ്ക്കല്ലേ പ്രിയപ്പെട്ടവരെ റമളാൻ, പരിശുദ്ധ റമളാൻ, ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയ്ക്ക് വേണ്ടിയിട്ടല്ലേ റമളാൻ അല്ലാഹു നമുക്ക് തന്നത്. അബ്റാരിയങ്ങളിൽ പെടണം. പരിശുദ്ധ റമളാനിൽ പുണ്യങ്ങളുടെ പൂക്കാലം എന്നല്ലേ പറയുന്നത്? അബ്റാർ, പുണ്യവാന്മാര്. പൂക്കാലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? തോട്ടയിട്ട് വലിക്കണ്ട, കാത്തുനിന്ന് വാങ്ങണ്ട, അതിന്റെ ചുവട്ടിലൂടെ പോയാ മതി. പൂമരക്കാലമാണെങ്കിൽ പൂക്കാലമാണെങ്കിൽ പൂ കിട്ടും. അതാണ് പൂക്കാലം എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നന്മകൾ. അബ്റാർ. ഇനി മൂന്നാമത്തതോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തങ്ങളെ പറയുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു കേട്ട് നിൽക്കുകയാണ്. അൽ-ഖുഫിയാ, അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന മൂന്നാമത്തെ വിഭാഗം അൽ-ഖുഫിയാ, ഗോപ്യമായ അമലുകൾ ചെയ്യുന്നവർ, നിഗൂഢമായ അമലുകൾ ചെയ്യുന്നവർ. ആരും കാണാതെ കുറച്ച് അമൽ ഉണ്ടാവണം നമുക്ക്. പരസ്യമായിട്ട് നമ്മൾ ഇപ്പൊ വന്നിരുന്നത് പരസ്യമായിട്ട്, നിസ്കരിക്കുന്ന പരസ്യമായിട്ട്, നോമ്പ് രഹസ്യ ഇബാദത്താണെങ്കിലും പരസ്യമായിട്ട് നമ്മൾ നോമ്പ് തുറക്കാൻ വരുന്നു, അത്താഴത്തിന് വരുന്നു, ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു കരുതൽ ഇബാദത്ത് ഉണ്ടായിരിക്കണം. പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കി അറിയാം. എന്താണെന്നറിയോ? സ്ത്രീകളോട് എന്താ കാര്യം? ഭർത്താവിന് ഇനി എത്ര കടം വന്നാലും, ഭർത്താവ് കിടന്ന് എത്ര ഓടിയാലും, അവര് എന്തൊക്കെ തന്നാലും ഇറക്കാതെ വെച്ചിരിക്കുന്ന ഒരു ധനം അവരുടെ കയ്യിലുണ്ടാവും. ചിലപ്പോ 500 രൂപ 1000 രൂപ ഉണ്ടാവുള്ളൂ. അതിന് കരുതൽ പണം എന്നാണ് അവര് പറയുന്നത്. ഉലുവ പോണിക്കാറോ, കടുകിട്ടിരിക്കുന്ന പോണിക്കകത്തോ, അല്ലെങ്കിൽ അരിക്കലത്തിനകത്തോ, അല്ലെങ്കിൽ കേടായ മിക്സിക്കകത്തോ, ഇവിടെ ഒന്നും പോയി നോക്കണ്ട. പിന്നെ ഭർത്താവ് കാണാതെ ഒളിച്ചു വെക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. അതേതാ?
ഭർത്താവ് എടുക്കാതിരിക്കലാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ വെക്കാൻ ഒരു നല്ല സേഫായ ഒരു ലോക്കർ ഞാൻ പറഞ്ഞുതരാം. അതെന്നറിയോ? വീട്ടിലെ ഖുർആനകത്ത് വെച്ചാൽ മതി. കാക്ക ഖുർആൻ തൊടൂലല്ലോ. ഖുർആൻ എടുത്താലല്ലേ കാണുള്ളൂ. അപ്പോ ഇത് എന്തൊക്കെ പ്രതിസന്ധി വന്നാലും എടുക്കാതെ വെച്ചിരിക്കുന്ന ഒരു പണം സ്ത്രീകളുടെ കയ്യിലുണ്ട്. അതിന്റെ പേര് കരുതൽ പണം എന്നാണ്. നമ്മുടെ കയ്യിലുണ്ടാവും, എടുക്കൂല. അത്രയും നിർണായക നിമിഷങ്ങൾ വരുമ്പോ മാത്രം നമ്മൾ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി കുറച്ച് പൈസ നമ്മൾ കരുതി വെച്ചിരിക്കും. ഇല്ലേ? ഉണ്ടാവൂലേ? ഉണ്ട്. എന്നതുപോലെ ഏത് ഇബാദത്തുകളും നമ്മൾ ചെയ്തെന്ന് തീർക്കുകയാണ്. പക്ഷേ ആരും അറിയാത്ത ഒരു അമല് നമ്മുടെ കൈവശമുണ്ടാകണം. ഭാരതന്മാരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ പറയുകയാണ്, ആരും അറിയാത്ത ഒരു അമല് നമ്മുടെ കൈവശമുണ്ടാകണം. ആ അമല് എന്താ നമുക്ക് ഗുണം ചെയ്യുന്നതെന്നറിയോ? ഒരു പ്രതിസന്ധി വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, ഒരു വിഷമം വരുമ്പോ അത് അള്ളാന്റെ മുന്നിൽ എടുത്തു വെച്ചിട്ടെന്ന് ദുആ ചെയ്താൽ കൈവലിക്കും മുമ്പ് അല്ലാഹു ഉത്തരം തരുമേ. മഹാന്മാരായ 3 പേര് ഒരു ഗുഹയ്ക്കകത്തകപ്പെട്ടതിന്റെ കഥ എത്രയോ പതിറ്റാണ്ടുകൾ കൊണ്ട് നമ്മൾ കേൾക്കുകയാ. ആരും അറിയാതെ അവർ ചെയ്ത അമലുകളാണ്. പക്ഷേ അവർ ഉപയോഗിക്കേണ്ട പ്രതിസന്ധി ഘട്ടം വന്നപ്പോ പാറ നീങ്ങി 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 അവര് ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ കരുതൽ പണം പോലെ നമുക്ക് കരുതൽ അമലുകൾ കൈവശമുണ്ടാകണം. മഹാന്മാര് പറയുകയാണ്, അത് ആരും അറിയാത്തതാകണം. ഭാര്യ പോലും അറിയാത്തൊരു അമല് കയ്യിലുണ്ടാകണം. ഭാര്യയെ, നിന്റെ കെട്ടിയോൻ അറിയാത്ത ഒരു അമല് നിന്റെ കയ്യിലുണ്ടാകണം. മക്കളൊന്നും അറിയരുത്. ആ അമലുകൾ സൈനുൽ ആബിദീൻ തങ്ങളെ അറിയൂലേ? ഹസൻ തങ്ങളുടെ പൊന്നുമോനാണ്. ആരാ ഹസൻ തങ്ങള്? പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവിയുടെ മകനാണ്. ആരാ ഫാത്തിമ? റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ. അവിടുത്തെ പൊന്നുമോന് ഹസന്. അവിടുത്തെ പൊന്നുമോന് മഹാനായ അലി ഇബ്നു ഹസൻ എന്ന അദ്ദേഹത്തിന്റെ ഓമന പേര് സൈനുൽ ആബിദീൻ എന്ന. അദ്ദേഹം ജീവിക്കുന്ന കാലഘട്ടത്തില് പാവപ്പെട്ട ആളുകളുടെ വീട്ടുമുറ്റത്ത് ഭക്ഷണം ഇരിക്കും ദിവസവും രാവിലെ. ആരാണ് കൊണ്ടുവയ്ക്കുന്നത്? അവർക്കറിയില്ല. അവർ എടുത്ത് കഴിക്കുമായിരുന്നു. പട്ടിണി കിടക്കുന്നവരുടെ മുമ്പില് നേരം വെളുക്കുമ്പോൾ ഭക്ഷണം ഇരിക്കും. പക്ഷേ ആരാണ് കൊണ്ടുവയ്ക്കുന്നത്? ഇതൊന്നും അറിയുന്നില്ല. മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ വീട്ടിന്റെ മുന്നിൽ ഭക്ഷണമില്ല. അപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത്, അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട സൈനുൽ ആബിദീനാണോ ഇത് കൊണ്ടുവച്ചത്? മയ്യത്ത് കുളിപ്പിച്ചവരെ പറയുകയാണ്, ഈ 2 ഷോൾഡറിൽ കറുത്ത 2 പാടുണ്ടായിരുന്നു. തോളത്ത് ഭക്ഷണം ചുമന്നു കൊണ്ടുപോയത്. രാത്രി ഭാര്യ അറിയാതെ ഇറങ്ങി എന്തെങ്കിലും അരിയും വാങ്ങിച്ച് തോളി വെച്ചോണ്ട് പോകുന്നും വേണ്ട. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് അപകടങ്ങൾ സംഭവിക്കും. അത് കേട്ട അതുപോലെ അമലിയൊന്നും വേണ്ട. എന്തെങ്കിലും ഒരു കരുതൽ ഈ ഭാഗത്ത് കയ്യിലുണ്ടാകണം. അതിന്റെ പേരാണ് അഖ്ഫിയ. അള്ളാഹു നമുക്ക് അങ്ങനത്തെ ഒത്തിരി അമലുകൾ ചെയ്യാനുള്ള ഭാഗ്യം തരട്ടെ. ഒരു അമല് ഞാൻ ഇന്നിപ്പോ പറയാം. ഒരു അമല് എല്ലാവർക്കും ചെയ്യാൻ. ഇന്നത്തെ ഈ 1ാമത്തെ ദിവസത്തെ ഈ പരിപാടിയുടെ ഒരു സമ്മാനമായി, നിങ്ങൾക്ക് അറിയുന്നതാണ്, പുതിയ കാര്യമൊന്നും പറയാൻ ഞാൻ ആളല്ല, പക്ഷെ നിങ്ങൾക്കൊരു സമ്മാനമായി ഒന്ന് ഉണർത്തിവിടുകയാണ്. ഈ പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും, ഒരു സമയം പോലും ഒഴിയാതെ ഈ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തിരിക്കണം. ആരും അറിയാത്തൊരു അമലാണ്. ആരും അറിയാത്തൊരു അമലാണ്. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. ആരാ ബിലാൽ റളിയല്ലാഹു അൻഹു? കറുത്ത ശരീരം, നീഗ്രോ വിഭാഗക്കാരൻ, എത്യോപ്യക്കാരൻ. വല്ലാത്ത വികൃതമായ ശരീരത്തിന്റെ കറുത്തുപോയ നിറം. ആ കറുത്ത ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെയാണ് കൽബിങ്ങനെ വെളുത്ത് വെള്ളാരം കല്ല് പോലിരിക്കുന്നത് കൊണ്ട് കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കരിങ്കൽ വിറ്റുകൊണ്ട് നിർമ്മിക്കപ്പെട്ട കൈവാലയത്തിന്റെ മുകളിൽ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ കയറ്റി നിർത്തി ബാങ്ക് വിളിപ്പിച്ചു. അന്ന് തൊട്ട് താഴെ പാറക്കൂട്ടങ്ങളുടെ മുകളിൽ നിന്നുകൊണ്ട് അന്നത്തെ ഫാസിസ്റ്റ് ദുശക്തികൾ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ വാക്കെന്നറിയോ? ഈ മുഹമ്മദിനെ, ഈ ഖുറാബുൽ അസ്വദിനെയല്ലാതെ ബാങ്ക് വിളിക്കാൻ വേറെ ആരെയും കിട്ടിയില്ലേ? ആരാ ഖുറാബുൽ അസ്വദ്? കരിങ്കാക്ക. ഈ കരിങ്കാക്കയല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ ബാങ്ക് കൊടുക്കാൻ? ആ നിലയിൽ അധിക്ഷേപത്തിന്റെയും വിമർശനത്തിന്റെയും ഒറ്റപ്പെടുത്തലിന്റെയും കറുപ്പിനോടുള്ള വെറുപ്പ്
വെറുപ്പും തൊലിയുടെ നിറവും വർണ്ണവെറിയുമായി കഴിയുന്നിരുന്ന കാലഘട്ടത്തിൽ ചുമന്ന് തുടുത്ത സൽമാനുൽ ഫാരിസി അടക്കമുള്ള ഒരുപാട് ചുമന്ന രാജകുടുംബത്തിൽപ്പെട്ട ഫാരിസി പേർഷ്യയിലുള്ള ഒരുപാട് അറബി കുട്ടികൾ ഉണ്ടായിരുന്നിട്ടും എത്യോപ്യയിലെ ഹബിഷ്യയിലെ പാവപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ബാങ്ക് കൊടുക്കാൻ കയറ്റി ലോകത്ത് കറുപ്പിനോടുള്ള വെറുപ്പ് മാറ്റണമെന്ന് കാണിച്ചു കൊടുത്ത ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശത്തിന്റെ അംബാസഡറായ മഹാനായ മുത്തലി നബി മുഹമ്മദ് മുസ്തഫ വെള്ളം കൊടു സ്വലാത്ത് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, ബിലാലേ റളിയല്ലാഹു അൻഹു, ഞാൻ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ മട്ടുപ്പാവിലൂടെ നടന്നു പോകുമ്പോൾ സമിഅതു ദഫന ഇലൈക ബൈന യദൈ ഫിൽ ജന്നതി യാ ബിലാൽ, എന്റെ മുന്നിലൂടെ അങ്ങയുടെ നടത്തത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു ബിലാലേ. എന്ത് അമല അയ്യു അമലിൻ അമിൽത ഫിൽ ഇസ്ലാം, എന്ത് അമലാണ് നിങ്ങൾ അതിനു വേണ്ടി ചെയ്തത്? ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മുത്തുനബിയുടെ മുന്നിലൂടെ നടന്നു പോകാൻ സ്വർഗ്ഗത്തിൽ എവിടെയൊക്കെ റസൂലുള്ള കാൽ പെരുമാറ്റം നടത്തിയാലും അതിന്റെ തൊട്ട് മുന്നിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ കാൽ പെരുമാറ്റം അറിഞ്ഞ പുണ്യ പ്രവാചകൻ മദീനയിലേക്ക് കടന്നു വന്നിട്ട് മസ്ജിദുൻ നബവിയുടെ ഓരത്ത് പിടിച്ചിരുത്തിയിട്ട് ചോദിച്ചു, എന്ത് അമലാ നിങ്ങൾ ചെയ്തത്? ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ഒരു സെക്കൻഡ് പോലും വുളൂ ഇല്ലാതെ ഇരുന്നിട്ടില്ല. ഒന്നു മുറിഞ്ഞാൽ ആ സെക്കൻഡിൽ ഞാൻ ഒന്നു കൊടുക്കും. അള്ളാഹു നിലനിർത്തുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു നിലനിർത്തി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ മൂസ അശ്ശരി തങ്ങളോട് പറഞ്ഞു, അബൂ മൂസ, ഈ റിയ ഉണ്ടല്ലോ, ലോകമാന്യത, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പരിപാടി, അത് നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത് അഖ്ഫ മിൻ ദബീബിൻ നംലി. ഓ, ഇതിനപ്പുറത്ത് റസൂലുള്ളാഹിക്ക് പറയാൻ, സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പറയാൻ വേറെ ഏത് വാക്കാണുള്ളത്? അഖ്ഫ മിൻ ദബീബിൻ നംലി, ഉറുമ്പ് എഴഞ്ഞു വരുന്നതിനേക്കാൾ നിഗൂഢമായിട്ടാണ് ഈ ലോകമാന്യത വരുന്നത്. അറിയൂല കയറി പിടിക്കുന്നത്. അപ്പൊ സഹാബാക്കും അബൂ മൂസ തങ്ങളെ ചോദിച്ചു, രക്ഷപ്പെടാൻ എന്താ? കൈഫ നത്തഖി, പിന്നെ ഞങ്ങൾ എങ്ങനെ സൂക്ഷിക്കും? പാപ്പ എവിടെയാ? പാപ്പ ആശുപത്രിയിലാണ്. എന്ത് പറ്റി? പാപ്പാക്ക് അസുഖമാണ്. എവിടെയാണ്? മെഡിക്കൽ കോളേജിലാണ്. ഇപ്പൊ മെഡിക്കൽ കോളേജിൽ നിന്ന് വിട്ടു. ഇതിനു മുമ്പ് 3 ആശുപത്രിയിൽ പോയി, പാപ്പ എടുത്തില്ല. മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു, അവിടെ നിന്നും വിട്ടു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ദുആ അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. ദുആ അല്ലാതെ ഇനി ഒരു വഴിയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇനി ആകെ നിന്റെ വാപ്പായെ രക്ഷപ്പെടുത്തണമെങ്കിൽ ദുആക്കേ കഴിയുള്ളൂ. ഭൗതികമായ ഒരു കാര്യങ്ങൾ കൊണ്ടും നിന്റെ വാപ്പയെ രക്ഷപ്പെടുത്താൻ കഴിയൂല എന്നല്ലേ അർത്ഥം? അത് തന്നെ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി. നബിയേ, ഈ ഉറുമ്പിനേക്കാൾ നിഗൂഢമായി ഇഴഞ്ഞു വരുന്ന ഈ റിയാഇനെ ഞങ്ങൾ എങ്ങനെ സൂക്ഷിക്കാനാണ്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖൂലൂ, നിങ്ങൾ പറ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക, അല്ലാഹുവേ, നിന്നോട് ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് എന്നെ കാക്കണേ റബ്ബേ. ദുആ കൊണ്ടല്ലാതെ ഇനി രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളും ദുആരക്കി, ഞാനും ദുആരക്കാം. നിങ്ങളുടെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്ത്, ഞാൻ എന്റെ ദുആയിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. പരസ്പരം ദുആ ചെയ്യാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഏറ്റവും പ്രകടനപരതയെന്ന മഹാവിപത്തിൽ നിന്ന് പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നുണ്ട്.